വടക്കാഞ്ചേരി അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിൽ നിന്നും സഹകരണ സംഘം രജിസ്റ്റർ അവറുകളുടെ 18/24 സർക്കുലർ നിർദ്ദേശപ്രകാരം വായ്പാ കുടിശ്ശിക ആയവരിൽ ആർബിക്ഷൻ എക്സിക്യൂഷൻ കേസുകൾ ആയ വായ്പകൾക്ക് സർക്കുലറിന് വിധേയമായി പലിശ ഇളവുകൾ നൽകി വായ്പ പലിശയടച്ച് പുതുക്കുന്നതിനും ഒറ്റത്തവണ അടച്ചു തീർക്കുന്നതിനും അവസരം ആയതിന്റെ ഭാഗമായി സംഘത്തിൽ 9/7/2024 ചൊവ്വാഴ്ച കാലത്ത് 11 മണിക്ക് സംഘത്തിൽ വെച്ച് അദാലത്ത് നടത്തുന്നു. എല്ലാ മാന്യ ഇടപാടുകാരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. സജീവ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് റിപ്പോർട്ടർ TV എഡിറ്റർ ഇൻ ചീഫ് MV നികേഷ് കുമാർ പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുമെന്നും നികേഷ് കുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് രണ്ടാം തവണയാണ് നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിക്കുന്നത്. 2016 അഴീക്കോട് നിന്ന് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും മാധ്യമ പ്രവർത്തനത്തിലേക്ക് തിരിച്ചെത്തി. എല്ലാ കാലത്തും തൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു. ഒരു പൗരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ രീതിയിൽ നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത്. നിക്ഷിപ്ത അംഗമായി പ്രവർത്തിക്കും. ചാനലിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനം സാധ്യമല്ലാത്തതിനാലാണ് തീരുമാനമെന്നും നികേഷ് കുമാർ വ്യക്തമാക്കി. മുൻ മന്ത്രിയും CPM നേതാവുമായ MV രാഘവന്റെയും CV ജാനകിയുടെയും മകനാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നുമാണ് മാധ്യമപ്രവർത്തനം ആരംഭിച്ചത്. 2003 മുഴുവൻ സമയ വാർത്താ ചാനലായ ഇന്ത്യ വിഷൻ ആരംഭിച്ചു. 2011 റിപ്പോർട്ടർ TVക്ക് തുടക്കം കുറിച്ചത്. രാംനാഥ് ഗോയങ്ക അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.